ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന പർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സർക്കാർ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ, ആരോഗ്യവകുപ്പിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. ജൂലൈ 8-ന് ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. അയോധ്യ ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ട്രസ്റ്റ് സ്വീകരിച്ചു. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവെച്ചത്. സംഭാവനയായി ലഭിച്ച എല്ലാ വസ്തുക്കളും സുരക്ഷിതമാണെന്നും അവ കൃത്യമായി കണക്കാക്കിയിട്ടുണ്ടെന്നും ട്രസ്റ്റ് വ്യക്തമാക്കി. ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിൽ ഓഫറിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങൾ വഴി സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. വ്യാജ ഫേസ്ബുക്ക് പേജുകൾ സൃഷ്ടിച്ചാണ് തട്ടിപ്പ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാരേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022-ലായിരുന്നു വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗ് ആപ്പ് വഴി പ്രൈവറ്റ് ലോഡ്ജായി ഉപയോഗിക്കുന്നത് കണ്ടെത്തി KSEB പിഴ ചുമത്തി. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. 3 കൺസ്യൂമർ നമ്പറുകളിലായി 10,71,000 രൂപ പിഴ ചുമത്തുകയാണ് ചെയ്തത്. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 7 ഉച്ചയ്ക്ക് 12 മണിവരെയായി ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ൽ ലഭ്യമാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30-ന് പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിന് ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30-നാണ് USA ബെൽജിയം മത്സരം. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30-നകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.